സാർ, എക്കാലത്തും പാകിസ്ഥാൻ്റെ ശക്തി അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചൈനയുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളിൽ ചൈനയും പാകിസ്ഥാനുമുള്ള ബന്ധം വേർപിരിയുന്നതാണ്. എന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം തകരുന്ന ഇത് വ്യക്തമാക്കുന്ന ചില സംഭവവികാസങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ഈ അടുത്തിടെ ഗ്വാദാർ എന്ന് പറഞ്ഞൊരു തുറമുഖം ബലൂചിസ്ഥാനിലുണ്ടല്ലോ. അതെ. പക്ഷേ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പദ്ധതികൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുറമുഖം വരുന്നത്. ബലൂചിസ്ഥാനിലാണ് ഈ ഗ്വാദാർ. അപ്പോൾ ഗ്വാദാറിൽ ആ തുറമുഖം അല്ലാതെ ഇപ്പോൾ ഒരു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. ചൈനയാണ് പണം മുഴുവൻ മുടക്കിയത്. അത് $230 മില്യൺ അതിന് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ചൈന പാകിസ്ഥാൻ ബന്ധത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആണ്, നാഴികക്കല്ല് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. നാഴികക്കല്ലാണ് എന്നൊക്കെ ഭയങ്കര പൊങ്ങച്ചം പറച്ചിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഈ ചൈനയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ടു പാകിസ്ഥാൻ, അതായത് ചൈനയുടെ പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാങ് ഷെങ്ജി, ഈ വാങ് ഷെങ്ജി ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഒരാവശ്യമില്ലാതെയാണ് പാകിസ്ഥാൻ ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെപ്പറ്റി ഒരു കാര്യമില്ലാതെയാണ് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഗ്ലോബൽ ടൈംസ് മറ്റേ ചൈനയുടെ മറ്റേ ഒഫീഷ്യൽ സൈറ്റ് പോർട്ടൽ ഇംഗ്ലീഷിലാണത്, ഗ്ലോബൽ ടൈംസ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഞങ്ങളങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭാവന, ഒരു ഡൊണേഷൻ, അതാണ് ഈ വിമാനത്താവളം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളുടെ ബന്ധത്തിൽ നാഴികക്കല്ലെന്നാണ്. അതിനെപ്പറ്റിയാണ് ചൈനയുടെ പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഫോൾസ് റെട്ടറിക് എബൌട്ട് മറ്റേ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്നാണ്. കപടമായ വാചാടോപം ഇതാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെയൊക്കെ പറ്റി എന്ന് അദ്ദേഹം ഗാർഡിയനുമായിട്ടുള്ള അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗാർഡിയൻ പത്രം, ബ്രിട്ടനിലെ പത്രമാണ് ഗാർഡിയൻ. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി വാഷിങ്ടണിൽ, ഇത് ഈ ചൈനയുടെ പാകിസ്ഥാന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു സംഭവവികാസം ഉണ്ടായി. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി വാഷിങ്ടണിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരുദ്ധ ലോബിയുമായിട്ട് ചർച്ച നടത്തി. അതായത് ചൈന വിരുദ്ധ ലോബിയുമായിട്ട് വാഷിങ്ടണിൽ ചർച്ച നടത്തി പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി. ഇതൊക്കെ നന്നായിട്ട് ചൈനല്ലോ. വാഷിങ്ടണിലൊക്കെ എത്ര ചാരന്മാരാണ് അവർക്കുള്ളത്. ബലൂചിസ്ഥാനിലെ ഗ്വാദറിൽ പുതിയ വിമാനത്താവളം വന്ന ശേഷമാണ് ഈ ചൈന വിരുദ്ധ ലോബിയെ വാഷിങ്ടണിൽ അയാൾ കണ്ടത്, മറ്റേ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി കണ്ടത്. അപ്പോൾ ചൈനീസ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യമാണ് ഈ പാകിസ്ഥാന് വിരുദ്ധമായിട്ടുള്ളത്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ ഒരു ഊഷ്മള ബന്ധമല്ല എന്ന് ചൈന പറയാനുള്ള കാരണം ഒന്ന് ചൈനക്കാർക്ക് അവിടെ സുരക്ഷയില്ല. കാരണം ചൈനക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കുമല്ലോ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ആക്രമിക്കും. ഈ ഊർജ പദ്ധതികളിൽ, പാകിസ്ഥാനിലെ ഊർജ പദ്ധതികളിൽ പണം നിക്ഷേപിച്ച ചൈനക്കാർക്ക് ഒരു ലാഭവും കിട്ടിയിട്ടില്ല, 5 പൈസ പോലും കിട്ടിയിട്ടില്ല, വേസ്റ്റായിപ്പോയി. ഈ ബലൂചിസ്ഥാൻ പ്രദേശത്തൊക്കെ ഊർജ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോൾ പാകിസ്ഥാനിലെ ഊർജ പദ്ധതികളിലെ നിക്ഷേപങ്ങളിൽ നിന്ന് ഒരു വരുമാനവും ചൈനയ്ക്ക് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചൈനയിൽ കൊണ്ടുപോയി നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒട്ടും ആശാസ്യമല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിക്ഷേപിക്കാനായിട്ട് സത്യത്തിൽ ചൈന ഒരുക്കമാണ്. നമ്മുടെ ഈ ടെൻസെൻസ്, ആലിബാബ എന്നൊക്കെ പറഞ്ഞുള്ള കമ്പനികളൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ,
ബൈഡു എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മുടെ സ്റ്റാർട്ടപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ അതിർത്തി സംഘർഷം, ആ ഗാൽവാൻ തുടങ്ങിയിട്ടുള്ള സംഘർഷങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇത് മുഴുവൻ മരവിപ്പിച്ചു. നമ്മൾ ഈ ഇവിടുന്ന് ചൈനീസ് ആപ്പുകളെ പ്ലേ സ്റ്റോറിൽ നിന്ന് വരെ എടുത്ത് കളഞ്ഞു, എല്ലാം എടുത്ത് കളഞ്ഞു, ആപ്പുകളെ എടുത്ത് കളഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർ ബുദ്ധിപരമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമല്ലോ, ഇത് യൂണിക്കോൺ ആവുമല്ലോ, 100 കോടിക്ക് മുകളിൽ വന്നാൽ യൂണിക്കോൺ ആവും സ്റ്റാർട്ടപ്പ്. അതുപോലെ തന്നെ ഈ ടെൻസെൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇല്ലേ ഇവിടെ, ഇപ്പോൾ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ്, ബിഗ് ബസാർ എന്നൊക്കെ പറയുന്ന പോലുള്ള ചില, ഇവിടെ കേരളത്തിലുള്ള ഒന്നിലും ഉണ്ടായിരുന്നില്ല, ചില സൂപ്പർ ബസാർ ബ്രാൻഡുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ചില ഈ വലിയ വ്യവസായത്തെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ പിടിക്കും എന്നുള്ളതുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടല്ലോ ചെറുതായിട്ട് വരുന്നത്, അത് രക്ഷപ്പെടുന്നു തോന്നുന്നതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. അതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തത്. അതിനവർക്ക് ഡൽഹിയിൽ നോയിഡയ്ക്ക് അപ്പുറത്തെ ഏജൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിക്ഷേപിക്കാൻ പറ്റുന്നില്ല, പാകിസ്ഥാനിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുകയില്ല. സിറിയയിലൊക്കെ കൊണ്ടുപോയി, ഇറാഖിലോ ഇറാനിലോ ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ആ ബോധ്യം ചൈനയ്ക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കും ചൈന ഇപ്പോൾ നമ്മളുമായിട്ട് വലിയ സമാധാനത്തിൽ ആണ്. മാനസ സരോവർ യാത്ര വീണ്ടും തുടങ്ങുന്നു, നമ്മൾ ഗാൽവാനൊക്കെ ശേഷം തുടങ്ങുന്നു, കോവിഡിനൊക്കെ ശേഷം. അപ്പോൾ ഷെങ്ജി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞ കുറച്ചുകൂടി കാര്യങ്ങൾ, ബലൂചിസ്ഥാനിലെ ക്രമസമാധാന നില വഷളാണ്. അത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണല്ലോ. ഒക്ടോബർ 2-ാം തീയതി കഴിഞ്ഞ ഒരു ചാവേർ ആക്രമണം നടന്നു. ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെ 2 പേര് കൊല്ലപ്പെട്ടു. ഈ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് ഈ സ്വന്തം ജീവന് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ നിക്ഷേപിക്കും? ഈ അഭിമുഖത്തിൽ ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം ഗാർഡിയനുമായിട്ടുള്ളത്. ഞങ്ങളെങ്ങനെ അവിടെ പോയി നിക്ഷേപിക്കും? ആര് ചെല്ലും അവിടെ? ഇനി ബലൂചിസ്ഥാനിലും ഗ്വാദറിലും ഞങ്ങളോട് വെറുപ്പാണ് നാട്ടുകാർക്ക്. ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെ അട്ടിമറിക്കാനായിട്ട് പല ആളുകളും ശ്രമിക്കുന്നുണ്ട് അവിടെ. അത് ബാഹ്യശക്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം പലരും ശ്രമിക്കുന്നുണ്ട്. ചൈന തന്നെ ഈ ഒരു സ്വകാര്യ പട്ടാളത്തിനെ, ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഒക്കെ വെക്കുന്ന പോലെ ഒരു സ്വകാര്യ പട്ടാളത്തിനെ അവിടെ നിയോഗിക്കാനായിട്ടും ഒക്കെ ഒരുപാട് ശ്രമം നടത്തിയതാണ്. ഇപ്പോൾ മ്യാൻമാറിലേക്കും അയക്കാനൊക്കെ അവർ ശ്രമം നടത്തുന്നുണ്ട്. സ്വകാര്യ പട്ടാളം, മെർസിനറീസ് അയക്കാൻ ചൈന ശ്രമമൊക്കെ നടത്തിയിരുന്നതാണ്. അപ്പോൾ ഈ ചൈനീസ് പാകിസ്ഥാൻ ഇടനാഴിയുടെ ഭാവി എന്താണ് ഇപ്പോഴത്തെ ചോദ്യം. ചിലപ്പോൾ അത് ഇട്ടിട്ട് പോകാനും സാധ്യതയുണ്ട്. $62 ബില്യൺ ആണ് ചൈന പാകിസ്ഥാൻ ഇടനാഴി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്വാദർ ആ ഭാഗത്തൊക്കെയാണ് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ബലൂചിസ്ഥാനിലും ഒക്കെ കൊണ്ടുപോയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബലൂചിസ്ഥാനിലും ഈ മറ്റേ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ആവശ്യമില്ലാത്ത പ്രതീക്ഷകളാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു. ചൈന ഇത് ചെയ്തുകൊണ്ടിരുന്നത് അയലത്ത്, ഇന്ത്യയുടെ അയലത്ത് പാകിസ്ഥാനെ ഇങ്ങനെ വളർത്തിയാൽ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കാം എന്നാണ് ഒരു കാലത്ത് വിചാരിച്ചത്. ഇപ്പോൾ ഷീ ജിൻപിങ്ങിന് തന്നെ അവിടെ ഭീഷണിയുണ്ട്. ഉടനെയൊന്നും പോവില്ല അധികാരത്തിൽ നിന്ന്, എന്തായാലും പാർട്ടിയിൽ നിന്നും അല്ലാതെയും ഒക്കെ അവിടെ ഭീഷണികൾ വരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് പൊതുവെ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോകാനാണ് ഷീ ജിൻപിങ് ഭാവി ഓർത്തിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾ പാകിസ്ഥാനും കൊടുക്കുന്നു. ഈ വലിയ ഒരു ഇക്കണോമിക് ട്രാൻസ്ഫർമേഷൻ ബലൂചിസ്ഥാൻ ഭാഗത്ത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷ ഈ BRI ചൈനയുമായിട്ടുള്ള സഖ്യം വഴിയൊക്കെ ഉണ്ടാവും എന്ന് പാകിസ്ഥാൻ കൊടുക്കുന്നു. അത് ശരിയല്ല എന്നാണ് വാങ് ഷെങ്ജി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കപടമായ വാഗ്ദാനം പാകിസ്ഥാൻ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഈ
ഇപ്പോൾ ഈ വിമാനത്താവളം ഗ്വാദറിൽ ഉദ്ഘാടനം ചെയ്തല്ലോ, ചൈനയാണ് മുഴുവൻ പൈസ മുടക്കിയത്. പക്ഷെ ഒരു ചൈനീസ് ഉദ്യോഗസ്ഥൻ പോലും ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആണെന്നുള്ളത് വരുത്തി തീർക്കുന്നു അല്ലേ? വരുത്തി തീർത്തതിൻ്റെ അല്ല, ആ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വെടികൊള്ളുന്ന് പേടിച്ചിട്ടാണ് പങ്കെടുക്കാതിരുന്നത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒക്കെ ഭീഷണികളുണ്ട്. അതെ, ഗ്വാദറില് പുതിയ വിമാനത്താവളം വരികയാണ്. അതെ അതെ, ചൈനയുടെ കയ്യിലൊന്നും അല്ലല്ലോ ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ ക്രമസമാധാന നില പാകിസ്ഥാന്റെ കയ്യിലുമല്ല. അല്ല, BLA എന്ന് പറഞ്ഞാൽ അവരാണ് അത് മുഴുവൻ കൈവശം വെച്ചിരിക്കുന്നത്. അപ്പൊ അവരെ പേടിയാണല്ലേ ശരിക്കും? അതെ, അപ്പൊ ജീവനിൽ പേടിച്ചിട്ടാണ് ഒരാൾ അവിടെ പോകാതിരുന്നത്. സത്യത്തിൽ വലിയൊരു നേതാവ് തന്നെ പോകേണ്ടതാണല്ലോ. അതെ, അത് സംഭവിച്ചില്ല അവിടെ. ഈ മാസം ആദ്യമായിരുന്നു ഈ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. അപ്പോൾ ഈ ഗ്ലോബൽ ടൈംസ് ആ സമയത്ത് എഴുതിയിരുന്നു, ഞങ്ങളുടെ ഡൊണേഷനാണത് പാകിസ്ഥാനുള്ളത്. ഡൊണേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇനി ഇതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അതെ. അപ്പോൾ ഈ CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതിൻ്റെ ഭാവി അനിശ്ചിതമായി. അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒക്കെയാണ് അതിൻ്റെ ഭാവി നിശ്ചയിക്കുക. അബ്ദുള്ള അബ്ബാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഈ ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൽ അബ്ബാസ് പറഞ്ഞിരിക്കുകയാണ്, ചൈന നടത്തുന്നത് വിഭവ ചൂഷണമാണ്. ഞങ്ങളുടെ മത്സ്യ വ്യവസായത്തെ, ബലൂചിസ്ഥാനിലെ മത്സ്യ വ്യവസായത്തെ ഇത് ബാധിച്ചിരിക്കുന്നു. ഒരുപാട് നിയന്ത്രണങ്ങൾ ചൈന ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അനധികൃത ട്രോളറുകൾ ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ മത്സ്യരംഗത്തിന് ചൂഷണം ചെയ്യുന്നുണ്ട്, ഇതുപോലെ ധാരാളം പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു ബലൂചിസ്ഥാൻ. പിന്നെ PTI, ഇമ്രാൻഖാൻ്റെ പാർട്ടി, അതിൻ്റെ നേതാവ് മിയാൻ അസ്ലം സുഖേര പറഞ്ഞിരിക്കുകയാണ്. ഈ വാങ് ഷെങ്ജി പറഞ്ഞത്, അത് അദ്ദേഹം പറഞ്ഞ് ഇംഗ്ലീഷ് വാചകം പറയാം, ഡാമിനിങ് വെർഡിക്റ്റ് എഗൻസ്റ്റ് പാകിസ്ഥാൻസ് ഇൻകംബൻറ്റ് ഗവൺമെൻറ്. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരായ ഏറ്റവും മോശം വിധിയാണ് ഈ ചൈന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഭരണകൂടം കൊള്ളുകയില്ല എന്നുള്ള പരസ്യമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ ചൈനയുടെ പാകിസ്ഥാൻ സെക്രട്ടറി വാങ് ഷെങ്ജി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പോയി സമാധാനപരമായി ജീവിക്കുക. കാരണം ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാകിസ്ഥാനിൽ പോയ ചൈനക്കാർക്കിപ്പോൾ ജീവനിൽ പേടി. ഇതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.